അച്ഛാ, അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് ആടി മാസത്തിൽ ഗർഭം ഉണ്ടായ മേടമാസത്തിൽ പെണ്ണ് പ്രസവിക്കുമെന്ന്? അങ്ങനെ വരുമ്പോൾ ഈ പെണ്ണെന്താ ഈ പെണ്ണിൻ്റെ വീട്ടിൽ പോവാത്തത്? ഈ പെണ്ണിനെന്താ ഇതൊന്നും ബാധകമില്ലേ? നമ്മുടെ സച്ചിയുടെ സംശയങ്ങളാണ്. അപ്പോൾ നമുക്കതിലേക്കൊക്കെ പോവാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. വർഷം നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് ഫോണിൽ. പക്ഷേ നമ്മുടെ ശ്രീ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അപ്പോൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് ചോദിക്കുകയാണ്, എന്താണ് ശ്രീകാന്ത്, എന്താ പ്രശ്നം? നീ എന്താ വർഷം വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഏയ് ഒന്നുമില്ലടാ, ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ അവളിൽ നിന്നും അകന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ്. അതിനുശേഷം വർഷം ഇങ്ങനെ ഒത്തിരി തവണ വിളിക്കുന്നു, എന്നിട്ടും എടുക്കുന്നില്ല. പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ രേവതിയും കൂട്ടി അമ്മ വരികയാണ്. അമ്മ വീട്ടിലെത്തിയിരിക്കുകയാണ് നമ്മുടെ രേവതി. അങ്ങനെ രേവതി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അവിടെ തൊട്ടടുത്തുള്ള ചേച്ചിമാർ 2-3 പേര് രേവതിയെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. രേവതി, നിനക്ക് സുഖമാണോ? ആടിമാസം ആയതുകൊണ്ട് അമ്മ വീട്ടിൽ വന്നതാണോ എന്നൊക്കെ തോന്നി കുറേ ഡൗട്ടുകൾ ചോദിക്കുകയാണ് നമ്മുടെ ചേച്ചിമാർ. സുഖമാണോ? ഭർത്താവിൻ്റെ വീട്ടിൽ എങ്ങനെയൊക്കെയുണ്ട്? ഭർത്താവിന് സ്നേഹമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൻപുറത്തെ ചേച്ചിമാർ കുറേ ഡൗട്ടുകളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ രേവതിയോട്. അപ്പോൾ വളരെ സന്തോഷമായിട്ട് തന്നെ നമ്മുടെ രേവതി അവരോടൊക്കെ മറുപടി പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഗജാനന്ദൻ്റെ 2 ഗുണ്ടകളുണ്ടല്ലോ, മൂക്കി ചുട്ടിയൊക്കെ ഇട്ട കക്ഷികൾ, അതായത് വണ്ടിയിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കക്ഷികൾ. അപ്പോൾ അവരിങ്ങനെ കാണുകയാണ്, നമ്മുടെ രേവതിയെ കാണുകയാണ്. രേവതി ബാഗും തൂക്കി രേവതിയുടെ വീട്ടിൻ്റെ മുന്നിലായിട്ട് നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അവർ പറയണേ, ബോസ്, ഇതിപ്പോൾ ആടിമാസമല്ലേ, അപ്പോൾ ഇത്തവണ രേവതി വീട്ടിൽ വന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സച്ചി കൂടെ ഉണ്ടാവില്ല. അതേ കയ്യിൽ ബാഗൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ബോസ് ഗജാനന്ദൻ ബോസിനെ കാര്യങ്ങളൊക്കെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഗജാനന്ദൻ ബോസിന് ധൈര്യമായിട്ട് ഇവിടെ വരാം. അപ്പോൾ ഇവിടെ എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് രേവതി ഇവരെ കാണുന്നില്ല. ഇവർ തമ്മിൽ പറയണം, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോസിന് പലതവണയും സച്ചിയുടെ കയ്യിൽ നിന്നും തല്ലൊക്കെ മേടിച്ചിട്ടുള്ളതാണ്. ഇത്തവണ അതിന് പകരം വീട്ടാൻ പറ്റിയ സമയമാണ്. ഉടനെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് കയ്യോട് തന്നെ ബോസിനെ അറിയിക്കാം. കാരണം പുള്ളിക്കാരൻ ഇനി വരില്ലല്ലോ, ആടിമാസമല്ലേ. അങ്ങനെ നമ്മുടെ ഗജാനന്ദൻ്റെ 2 ഫ്രോഡ് ഗുണ്ടകളും പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതി വീട്ടിനകത്തേക്ക് വരികയാണ്. അപ്പോൾ അമ്മ ലക്ഷ്മിയുണ്ട്, ദേവുണ്ട്, ഇവർ ഒരുമിച്ചാണ് വരുന്നത്. വന്ന ഉടനെ തന്നെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിയല്ല, നമ്മുടെ രേവതി ചോദിക്കുകയാണ് ദേവിനോട്, മോളെ ശരത്ത് എന്തിയെ മോളെ? അവനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശരത്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ രേവതി. ചെന്നിട്ട് ചോദിക്കണം, മോനെ ശരത്തെ, നിനക്കൊന്ന് പോകണ്ടായിരുന്നോ പഠിക്കാൻ? പോണമായിരുന്നു ചേച്ചി, ഇന്ന് ചേച്ചി വരുന്നതല്ലേ, പിന്നെ പോയില്ല. അയ്യോ, അങ്ങനെയൊന്നും നിൽക്കരുത് മോനെ, പഠിത്തമൊന്നും ഉഴപ്പരുത് കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പലപ്പോഴും പഠിത്തത്തെ പറ്റി. അപ്പോൾ ഉടനെ ദേവ് പറയണേ, എൻ്റെ ചേച്ചി, ഇവനിപ്പോൾ പഠിത്തമൊന്നുമില്ല, ഇവൻ എപ്പോഴും ഉഴപ്പാണ്. എപ്പോൾ നോക്കിയാലും മൊബൈലും കണ്ടുകൊണ്ടിരിക്കും. വെറുതെയാ ചേച്ചി, ഇവള് വെറുതെ കള്ളത്തരം പറയുന്നതാ. അപ്പോൾ ഉടനെ തന്നെ രേവതി പറയണേ, എൻ്റെ ശരത്തെ, നീയും ദേവുമാണ് ഇനി ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷയെന്ന് പറയുന്നത്. ഞാൻ നിന്നോട് കാണുമ്പോഴൊക്കെ പറയുന്നതല്ലേ, പിന്നെ എന്താടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? അപ്പം തന്നെ ശരത്ത് പറയണേ, ചേച്ചി ഇവള് വെറുതെ പറയുന്നതാ ചേച്ചി, ഇവള് കൂട്ടി പറയുന്നതാ, ഞാൻ എൻ്റെ ആവശ്യത്തിന് എല്ലാം പഠിക്കുന്നുണ്ട്. അങ്ങനെ ആയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ശരത്ത് ചോദിക്കണം, ചേച്ചി സച്ചിയേട്ടൻ വന്നില്ലേ? അപ്പോൾ രേവതി പറയണ, മോനെ വന്നിട്ടില്ല. അതെന്താ സച്ചിയേട്ടൻ വരാഞ്ഞത്? അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ലക്ഷ്മി പറയണ, അതെങ്ങനെ മോനെ സച്ചി വരാനാണ്? ആടിമാസം ആയതുകൊണ്ടല്ലേ മോളെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ സച്ചിക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉടനെ തന്നെ ശരത്ത് പറയണ, അതല്ലമ്മേ ഞാൻ ചോദിച്ചത്, അത് സച്ചിയേട്ടനാണോ ചേച്ചി ഇവിടെ കൊണ്ട് കാറിലാക്കിയത് എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് എന്ന് പറയണ. അപ്പോൾ ഉടനെ പറഞ്ഞ, അയ്യോ അല്ല മോനെ, ഞങ്ങളൊരു ഓട്ടോയിലാണ് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ തന്നെ ശരത്ത് പറയുകയാണ്, ശരി ചേച്ചി എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ ലക്ഷ്മി പറയണം, മോനെ ശരത്തെ, ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ പോയത്. എന്താ അമ്മേ? കടയിൽ പോകുന്ന കാര്യം ഞാൻ കടയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെന്നാൽ മതി, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ നിൻ്റെ കയ്യിൽ തന്നേക്കും. ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്ത് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദേവുവിനോട് അമ്മ പറയണ, ദേവു, എന്തിനാ നീ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? നീ പോയി നന്നായിട്ട് 2 ചായ എടുത്താണ് രേവതി മോക്ക് ഒരു ചായയൊക്കെ ഇട്ടങ്ങ് കൊടുത്താണ് എന്ന് പറയണം. അപ്പോൾ അവിടെ തന്നെ ദേവു പറയണം, അമ്മ കൂടുതൽ പറയുകയൊന്നും വേണ്ട,
എന്നെയും ശരത്തിനെയും അടുത്ത് നിന്ന് ഓട്ടിക്കാനായിട്ടല്ലേ അമ്മ ഇങ്ങനെ ഓരോരോ നമ്പർ ഇറക്കുന്നത്? എന്നിട്ട് അമ്മയ്ക്ക് ചേച്ചിയോട് തനിയെ സംസാരിക്കണം, അതിന് വേണ്ടിയിട്ടല്ലേ? ആ കുഴപ്പമില്ല, ഞാൻ മാറിക്കോളാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ദേവു അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതി തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ്റെ ഫോട്ടോ കാണുകയാണ്. ഉടനെ തന്നെ അച്ഛൻ്റെ ഫോട്ടോയിൽ 2 കൈയും കൂപ്പി രേവതി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ രേവതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രേവതിയെ അമ്മ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മുറിയിലേക്ക് പോകുമ്പോഴത്തേക്ക് അമ്മയുടെ മടിയിൽ കയറി കിടക്കുകയാണ് രേവതി. മടിയിൽ തല വെച്ച് കട്ടിലിൽ കിടക്കുകയാണ് രേവതി. അപ്പോൾ അമ്മ ഇങ്ങനെ തലമുടികളിൽ ഇങ്ങനെ മാടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതിയോട് ചോദിക്കുകയാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതി. അപ്പോൾ ചന്ദ്രമതി അല്ല, നമ്മുടെ ലക്ഷ്മി പറയാണ്, ആ മോളെ രേവതി, സത്യം പറഞ്ഞാലുണ്ടല്ലോ, മോളും സച്ചിയും ഒരുമിച്ചു എന്നുള്ളത് അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. മോള് അന്ന് അത് വിളിച്ച് പറഞ്ഞപ്പോഴുണ്ടല്ലോ, എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു അവസ്ഥയിലായിപ്പോയി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ രേവതി ഇതൊക്കെ കേട്ടിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയണ, സത്യത്തിലുണ്ടല്ലോ മോളെ, അന്നേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോളോട് സച്ചി നല്ലവനാണെന്ന്. ഇപ്പം മോക്കത് ബോധ്യമായില്ലേ? ഇനി നിങ്ങൾ ഒരിക്കലും ഒരു വഴക്കും കൂടരുത്, നിങ്ങൾ എപ്പോഴും സ്നേഹമായിട്ട് തന്നെ കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവു അങ്ങോട്ടേക്ക് വരികയാണ്. ദേവു അടുത്തേക്ക് വന്നിട്ട് പറയണം, ആ അമ്മ എന്നെ മാറ്റി നിർത്തിയതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഉടനെ ലക്ഷ്മി ചോദിക്കണം, എന്താ? അപ്പോൾ ഉടനെ ദേവു അടുത്ത് വന്നങ്ങ് ഇരിക്കുകയാണ്. ദേവു അടുത്തിരിക്കുമ്പോഴത്തേക്ക് രേവതി അങ്ങ് എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ട് ദേവു പറയണം, ചേച്ചിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ലേ അമ്മ എന്നെ നൈസിനങ്ങ് മാറ്റിയത്? അമ്മേ, അമ്മയുടെ ബുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഉടനെ നമ്മുടെ ലക്ഷ്മി രേവതിയോട് ചോദിക്കണേ, എന്താ മോളെ ഈ പെണ്ണിങ്ങനെയൊക്കെ പറയുന്നത്? ഉടനെ തന്നെ നമ്മുടെ ദേവു പറയണേ, എൻ്റെ അമ്മേ, ചേച്ചിയെ ആടിമാസത്തിൻ്റെ പേരും പറഞ്ഞ് അമ്മ ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്നാലുണ്ടല്ലോ, അമ്മയ്ക്ക് ചേച്ചിയുടെ ഒരു പേരക്കുട്ടിയെ കാണാനൊന്നും പറ്റില്ല. ചേച്ചിയെ അവിടെ സച്ചിയേട്ടൻ്റെ അടുത്ത് നിർത്തിയാൽ മാത്രമേ അമ്മയ്ക്ക് പേരക്കുട്ടിയെ കിട്ടുള്ളൂ എന്നിങ്ങനെ എന്നിട്ട് പറയണം, ഇപ്പോഴേ ചേച്ചി അങ്ങ് ഉണ്ടാക്കിയാലേ അടുത്ത വർഷം ആകുമ്പോൾ അമ്മയ്ക്ക് തൊട്ടിൽ കെട്ടാം എന്നിങ്ങനെ പറയണ ദേവു. ഉടനെ തന്നെ നമ്മുടെ രേവതി അങ്ങ് നാണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ ലക്ഷ്മി പറയണേ, എന്താ ഈ പെണ്ണ് ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? കൊച്ചുകുട്ടികൾ ഇങ്ങനെയാണോ ദേവു സംസാരിക്കേണ്ടത്? അപ്പോൾ ഉടനെ ദേവു പറയണേ, എൻ്റെ അമ്മയെ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, ഞാൻ മുതിർന്ന ഒരു കുട്ടി തന്നെയാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അതുകൊണ്ട് അമ്മ എന്നെ ഒന്നും ഒളിക്കാനൊന്നും നിൽക്കേണ്ട എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രേവതി പറയണേ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. എന്തായാലും ചേച്ചി സന്തോഷമായിട്ടൊക്കെ കഴിയുന്നു എന്നറിഞ്ഞതിലേ ഒരുപാട് സന്തോഷമുണ്ട്. നീ ഇങ്ങ് പോന്നേ, നമുക്ക് പോയി ചായ ഇടാം എന്ന് പറഞ്ഞിട്ട് രേവതി ദേവുവിനെയും കൂട്ടിയിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. രേവതി ചായ ഇടുകയാണ്. ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ദേവു പറയുകയാണ്, ചേച്ചിക്ക് സച്ചിയേട്ടനോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് പിന്നെ വരേണ്ടിയിരുന്നില്ലല്ലോ, ചേച്ചിക്ക് അവിടെ തന്നെ അങ്ങ് നിന്നൂടായിരുന്നോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ലക്ഷ്മി പറയുകയാണ്, ഇതൊന്നും അവിടെ സച്ചിയുടെ അമ്മ കേൾക്കണ്ട. ഇപ്പം തന്നെ ഇന്നലെ രാത്രി 1 മണിക്കാണ് വിളിച്ചിട്ട് എന്നോട് മോളെ രാവിലെ വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഉടനെ രേവതി പറയുന്നത്, അതാണമ്മേ എനിക്കും മനസ്സിലാവാത്തത്. ശരിക്കും പറയുകയാണെങ്കിൽ അമ്മ അന്ന് എന്നെ വിളിക്കാനായിട്ട് വന്നപ്പം എന്തോ ഒരു ആക്ഷേപം പറഞ്ഞതാണ്, ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ പണ്ട് കാലത്തുള്ളതാണ്, അതുകൊണ്ട് ഈ ചടങ്ങിനൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയില്ല, എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇത്ര പെട്ടെന്ന് വിളിച്ചിട്ട് അതും രാത്രിയിൽ എന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞതിൻ്റെ ഉള്ള ഔചിത്യബോധം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ രേവതി പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയണം, അത് ഞാനും ഓർത്തു മോളെ, എനിക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇനിയിപ്പം മോളെ അങ്ങോട്ട് ആടിമാസം കഴിയാതെ കൊണ്ടാക്കാനൊന്നും പറ്റില്ല. അങ്ങനെ മോളെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നിൻ്റെ അമ്മായിയമ്മ വെട്ടിത്തിളപ്പിച്ച വെള്ളം മുഖത്തൊഴിച്ചു തരും എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവു പറയുകയാണ്, പിന്നെ ചേച്ചിക്ക് ചൊണയില്ലാത്തോണ്ടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അല്ല, വേറൊരുത്തി വന്നിട്ടുണ്ടല്ലോ, അവളാളെങ്ങനെയാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ദേവു. അപ്പോൾ രേവതി പറയണം, ഞാനിങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിലേ കുറേ നാളത്തേക്കുള്ള എല്ലാ ജോലികളും എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. 2 ആഴ്ചത്തേക്കുള്ള ഇഡ്ഡലി മാവ് വരെ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത് എന്ന് പറയണ രേവതി. അപ്പോൾ ഉടനെ നമ്മുടെ ദേവു വയ്ക്കണം, അപ്പോൾ മറ്റേ പെണ്ണൊന്നും ചെയ്യില്ലേ ചേച്ചി? എന്ത്
എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, ഇനി അഥവാ ആ പെണ്ണിന് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എൻ്റെ അമ്മായിയമ്മ അവളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ദേവു പറയണ്, എന്തിനാ ചേച്ചി ഇങ്ങനെ, ചേച്ചി അവൾക്കുള്ള ജോലിയും കൂടി അവിടെ ചെയ്യാനായിട്ട് നിൽക്കുന്നത്? ചേച്ചിക്ക് പറ്റില്ലെന്ന് പറഞ്ഞൂടെ എന്ന് പറയണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ലക്ഷ്മി പറയണം, ദേവു, നീ ഈ ആവശ്യമില്ലാതെ മോളെ പിരികേറ്റി വിടരുത് കേട്ടോ. നീ എന്താ ഇവിടെ അവിടെ ചെന്നിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണോ നീ ഓരോന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ രേവതി അത് കേട്ടിട്ടൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഉടനെ നമ്മുടെ ലക്ഷ്മി പറയണ, എൻ്റെ രേവതി മോളെ, നിനക്ക് ഒന്നുമില്ലേലും എല്ലാത്തിനും സച്ചി കൂടെ ഉണ്ടല്ലോ, അത് മാത്രം മതി, അവരൊക്കെ എന്ത് വേണേലും ആയിക്കോട്ടെ എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ രേവതി പറയണം, അതെ അമ്മേ, അത്രയേ ഉള്ളൂ, ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. മുമ്പൊക്കെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സഹായവും, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടും ഇല്ലാത്തതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമാണ്. എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയോട് പോലും എപ്പോഴും വഴക്ക് കൂടാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ മറ്റുള്ളവരെയൊന്നും ഞാൻ കണക്കാക്കുന്നില്ല എന്നിങ്ങനെ രേവതി പറയുകയാണ്. എന്നിട്ട് രേവതി ചായ ഒഴിച്ചിട്ട് അമ്മയ്ക്കും ദേവുവിനും കൊടുക്കുകയാണ്. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ശ്രീകാന്തിനെ കാത്തിട്ട് നമ്മുടെ വിളിച്ച് സഹിയിട്ടിട്ട് നമ്മുടെ വർഷ ശ്രീകാന്തിനെ തിരക്കി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് നോക്കുമ്പോഴത്തേക്ക് വർഷയെ കാണുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് മറ്റ് ഷെഫുകളോടൊക്കെ പറയുകയാണ്. വർഷ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല, വീട്ടിൽ പോയെന്നേ പറയാവൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കയറി വാഷ്റൂമിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് വർഷ കയറി വരികയാണ്. എന്നിട്ട് അവിടെ കാണുന്ന ഷെഫിനോടൊക്കെ ചോദിക്കുകയാണ് ശ്രീകാന്ത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവർ ശ്രീ പറഞ്ഞു കൊടുത്തത് പോലെ തന്നെ വീട്ടിൽ പോയി എന്നങ്ങ് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് വിശ്വാസമൊന്നും വരുന്നില്ല. വർഷ അവിടെ നിന്ന് എന്നെ കോൾ ചെയ്യുകയാണ്. അപ്പോൾ ഉടനെ ഇത് ശ്രീകാന്ത് കാണുകയാണ്. ശ്രീകാന്ത് വിചാരിക്കണം, പെട്ടു ഇവള് കോൾ ചെയ്യുമെന്ന് വിചാരിച്ചതേ അല്ലല്ലോ. നോക്കുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ പോക്കറ്റിലൊക്കെ തപ്പി നോക്കുമ്പോഴത്തേക്ക് മൊബൈൽ ഫോൺ ശ്രീകാന്തിൻ്റെ കയ്യിലില്ല. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് റിസപ്ഷൻ്റെ ഭാഗത്താണ് മൊബൈൽ ഫോൺ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർഷ ഫോൺ ബെല്ലടിക്കുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് ഫോൺ റിങ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ വർഷ ആ ഫോൺ ചെന്നിങ്ങനെ എടുക്കാൻ നേരത്ത് റിസപ്ഷനിൽ വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഫോൺ നമ്മുടെ വർഷ എടുക്കുകയാണ്. വർഷ എടുക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് പറയുകയാണ്, അയ്യോ ഇത് ശ്രീകാന്തിൻ്റെ ഫോണാണ്, ശ്രീകാന്ത് വീട്ടിൽ പോയിരിക്കുകയാണ്, വരുമ്പോഴത്തേക്ക് ഫോൺ തിരക്കും, ഞങ്ങൾ കൊടുത്തേക്കാം ഫോൺ ഇങ്ങ് തന്നേക്കൂ എന്ന് പറയുമ്പോൾ വർഷ പറയുകയാണ്, അങ്ങനെ ഫോൺ തരാനൊന്നും പറ്റില്ല, ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ, അവൻ വരുമ്പോഴേ എന്നെ വന്ന് കാണാൻ പറ, അപ്പോഴത്തേക്കേ ഞാൻ ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്തേക്കാം, അതല്ലെങ്കിൽ അവൻ്റെ വീട്ടിലുണ്ടെങ്കിലേ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ ഫോൺ എടുത്തിട്ട് വർഷ പോവുകയാണ്. വർഷയ്ക്ക് മനസ്സിലായി ശ്രീകാന്ത് അവിടെ തന്നെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ വർഷ അങ്ങോട്ട് ഫോൺ എടുത്തുകൊണ്ട് പോകുമ്പോൾ ശ്രീകാന്ത് പിന്നാലെ പോവുകയാണ്. പിന്നാലെ ചെന്നിട്ട് വർഷയോട് പറയണം, വർഷേ എൻ്റെ ഫോണാണ്, ഫോൺ ഇങ്ങ് താ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ വർഷ വണ്ടി വിട്ട് പോവുകയാണ്. പക്ഷേ ശ്രീകാന്ത് പിന്നാലെ ഓടിയിട്ട് എൻ്റെ ഫോൺ ഇങ്ങ് താ വർഷേ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ വർഷ ശ്രീകാന്തിനെ കണ്ടിട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ ഫോണും എടുത്തിട്ട് വണ്ടി ഓടിച്ചങ്ങ് പോവുകയാണ്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ ഇങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് ഈ ഫോണൊന്ന് മേടിക്കുക, ഇവളങ്ങ് പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ്. രാത്രിയിൽ നമ്മുടെ നമ്മുടെ ശ്രുതി മുറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതി മുറിയിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ചന്ദ്രമതി ചെന്നിട്ട് പറയണ അപ്പോൾ ശ്രുതി ഫോൺ എടുത്തിട്ട് കോൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി കയറി ചെയ്തിട്ട് മോളെ 1 മിനിറ്റ് എന്നും പറഞ്ഞിട്ടാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ ഉടനെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്, ഇതെന്താ അമ്മ 1 മിനിറ്റ് എന്ന് പറഞ്ഞത് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചെന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ ചുറ്റി ഉഴിയാണ്. എന്താ പാദം തുടങ്ങി തല വരെ ഇങ്ങനെ ചുറ്റി ഉഴിയാണ്. കടുവും മുളകും ഉഴിഞ്ഞെടുക്കുകയാണ്. ഒരു 3 റൗണ്ട് ഉഴിഞ്ഞെടുക്കുകയാണ് നമ്മുടെ ശ്രുതിക്ക്. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി ചോദിക്കുകയാണ്, എന്തിനാ ആൻറ്റി ഇപ്പോൾ ഇതൊക്കെ എന്തിനാ ഒഴിയുന്നത്? എൻ്റെ മോക്കെ കമ്പയർ തട്ടിയിട്ടുണ്ടാവും ആ ലക്ഷ്മിയുടെ, അവളൊക്കെ നോക്കുന്നത് കൊണ്ടല്ലോ നശിച്ച് പോവേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിന് കമ്പയർ അടിച്ചു, ആ ദോഷം മാറാൻ വേണ്ടിയിട്ടേ ആൻറ്റി ഇത്തിരി ഉപ്പും മുളകും കടുകും കൂടി ചുറ്റി അടുപ്പിലിടട്ടെ എന്നും പറഞ്ഞിട്ട് കടുവും മുളകും ഒഴിഞ്ഞതും കൊണ്ട് നമ്മുടെ ചന്ദ്രമതി പോവുകയാണ്. അതിനുശേഷം നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ സെറ്റിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങുകയാണ്. ഉറങ്ങുമ്പോഴത്തേക്ക് അതിന് തൊട്ട് മുമ്പായിട്ട് ചന്ദ്രമതി ഇത് കടുവും മുളകും ഒഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ ശ്രുതിയോട് പറയാണ്, മോളെ
ആ ലക്ഷ്മിയുടെ കമ്പയർ അടിക്കും. അവൾ കാണുന്നിടമൊക്കെ നശിച്ചു പോവത്തേ ഉള്ളൂ, മോളുടെ അടുത്ത് അവൾക്ക് അസൂയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, മോളെ അവൾ വരുമ്പോൾ മോൾ അവളുടെ മുന്നിലൊന്ന് ഇറങ്ങി ചെന്ന് നിൽക്കരുത്. അത് മാത്രമല്ല, രേവതിയെ സൂത്രത്തിൽ ഞാൻ അവളെ വിളിച്ചങ്ങ് പറഞ്ഞു വിട്ടതാണ്. കാര്യം എന്താണെന്ന് അറിയാമോ? രേവതിയും സച്ചിയും തമ്മിലുള്ള ഇപ്പോഴത്തെ ആ ഒരു താല്പര്യം മോൾ ശ്രദ്ധിക്കുന്നില്ലേ? അവർക്കിടയിലെ എല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടേ അവൾ ഇനി ഇവിടെ നിൽക്കുവാണെങ്കിൽ ആ പൂക്കാരിക്കും ഡ്രൈവർക്കും ഉണ്ടാവുന്ന കുഞ്ഞായിരിക്കും എന്നെ ആദ്യം അച്ചമ്മയെന്ന് വിളിക്കുന്നത്. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ മോക്കും എൻ്റെ ശ്രുതിക്കും എൻ്റെ ശ്രുതിക്കും എൻ്റെ മോക്കും കൂടി ജനിക്കുന്ന കുഞ്ഞ് വേണം എന്നെ ആദ്യം അച്ചമ്മയെന്ന് വിളിക്കാൻ. നിങ്ങൾക്ക് ജനിക്കുന്നതാണ് എൻ്റെ ശരിക്കുള്ള എൻ്റെ പേരക്കുട്ടി. അതുകൊണ്ടേ എൻ്റെ മോൾ എത്രയും പെട്ടെന്ന് എനിക്കൊരു പേരക്കുട്ടിയെ സമ്മാനിക്കണം, എൻ്റെ മടിയിൽ വച്ച് തരണേ മോളെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രമതി ഒഴിഞ്ഞിട്ട ഇതും കൊണ്ട് ഉപ്പുമുളകും കൊണ്ട് ഇങ്ങനെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ കാറ് വരികയാണ്. സച്ചി കാറിൽ വന്നിറങ്ങുകയാണ്. എന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ സച്ചി അകത്തേക്ക് കയറി പോവാണ്. നോക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ഇങ്ങനെ സെറ്റിയിൽ കിടന്നുറങ്ങുമ്പോൾ സച്ചി മനസ്സിൽ വിചാരിക്കണം, അച്ഛൻ എന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്, ഇതെന്ത് പറ്റിയ അച്ഛന് എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ സച്ചി എന്തായാലും അച്ഛനെ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഓർമ്മിക്കാതെ പുള്ളിക്കാരൻ രേവതി എന്നിങ്ങനെ മേലോട്ട് നോക്കിയിട്ട് വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ പെട്ടെന്ന് രവീന്ദ്രൻ കണ്ണു തുറക്കുമ്പോൾ ചോദിക്കണം, എന്താ മോനെ, എന്താ സച്ചി വന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഉറക്കപ്പിച്ചിൽ. അപ്പോൾ സച്ചി പറയണ, ഞാൻ വന്നച്ചാ, ഞാൻ രേവതിയെ വിളിക്കുകയായിരുന്നു. അപ്പോൾ ഉടനെ എന്നെ രവീന്ദ്രൻ പറയണ, എടാ മോനെ, നീ രേവതിയെ വിളിച്ചാ അവൾ എങ്ങനെ കേൾക്കാനാ, അവള് ആടിമാസം ആയതുകൊണ്ട് അമ്മ വീട്ടിൽ പോയതല്ലേ എന്ന് പറയണ. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയണം, അയ്യോ ഞാൻ ഓർത്തില്ല അച്ഛാ, അത് ഞാനങ്ങ് വിട്ടുപോയി. എന്നാ അച്ഛൻ എന്താ ഇവിടെ കിടന്നത്? എടാ മോനെ, നിന്നെ കാത്ത് നീ വരാതിരുന്നോണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിന്നെ കാത്തിരുന്നിരുന്ന് പിന്നെ എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ അങ്ങ് കിടന്നതാണ്. അകത്ത് പോയി കിടക്കച്ചാ. അതൊക്കെ ഞാൻ പോയി കിടക്കാം. നിനക്കവിടെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് നീ പോയി കിടക്ക് എന്ന് പറയണം. അപ്പോൾ സച്ചി പറയണം, ശരി അച്ഛാ എന്നും പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ പ്ലേറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു സ്പൂണിൽ ഒരു വായിലിടുകയാണ്. സംഭവം ഉപ്പുമാവാണ്. എന്നിട്ട് സച്ചി ഉടനെ തന്നെ എന്ന് പറഞ്ഞ് തുപ്പിക്കളയുകയാണ്. എന്നിട്ട് സച്ചി പറയണം, ഇതെന്താ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇതെങ്ങനെ വായിൽ വെച്ച് തിന്നും, ഇതെന്തോ സാധനം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞേ, എടാ മോനെ, അത് ഉപ്പുമാവാടാ. ഉപ്പുമാവോ? തണുത്ത് വിറച്ച് കല്ല് കണക്കിരിക്കുന്നു, ഇതെന്തിനു കൊള്ളാം, ഇത് ആരാ അച്ഛാ ഇത് ഉണ്ടാക്കിയത്? എടാ നിൻ്റെ അമ്മയാടാ ഉണ്ടാക്കിയത്. ഇതൊക്കെ എങ്ങനെയാ അച്ഛാ വായിൽ വെച്ച് തിന്നുന്നത്? ഇതൊക്കെ ഇനിയിപ്പോൾ തിന്നേ പറ്റൂ. രേവതി മോള് വരുന്നതിന് മുമ്പ് നിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നത് തന്നെയല്ലേടാ നീ തിന്നുകൊണ്ടിരുന്നത്, പിന്നെന്താ ഇപ്പം? അപ്പോൾ ഉടനെ സച്ചി, അത് അച്ഛാ ഇനിയിപ്പോൾ എന്തായാലും മോൾ 1 മാസം കഴിഞ്ഞേ വരൂ, അതുവരെ നീ ഇതൊക്കെ തിന്ന് ശീലിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയണം, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോടാ, നീ ഉപ്പുമാവങ്ങ് എടുത്ത് കഴിക്കേ. അപ്പോൾ സച്ചി പറയണം, വേണ്ടച്ചാ, ഞാൻ പഴം ഇരിപ്പുണ്ട്, പഴം തിന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ ശ്രുതിയും സുധിയും കൂടി മോളിൽ നിന്ന് താഴേക്ക് വരികയാണ്. അവർ വെള്ളം എടുക്കാനായിട്ട് വരികയാണ്, കുടിക്കാനായിട്ട്. അപ്പോൾ ഉടനെ ശ്രുതിയെ കാണുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കണം അച്ഛനോട്, അച്ഛാ ഈ പെണ്ണെന്താ അച്ഛാ ഇവിടെ? അപ്പോൾ ഉടനെ രവീന്ദ്രൻ ചോദിക്കണേ, എന്താടാ, അല്ല ഈ ശ്രുതി ആടിക്ക് പോയില്ലേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ശ്രുതി എന്തിനാണ് ആടാൻ പോകുന്നത്? അച്ഛാ ആടാൻ പോകുന്നേന്നല്ല, ഇവൾ ആടിക്ക് പോയില്ലേ, ഇവൾ അമ്മ വീട്ടിൽ പോയില്ലേ? അപ്പോൾ രവീന്ദ്രൻ പറയണേ, ഇല്ലടാ. അതെന്താ വെച്ചാ ഈ പെണ്ണമ്മ വീട്ടിൽ പോവാത്തത്? അപ്പോൾ ഉടനെ തന്നെ ശ്രുതിയും അത് ശ്രദ്ധിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്രമതിയും ഇറങ്ങി അങ്ങോട്ടേക്ക് വരികയാണ്. ഉടനെ തന്നെ നമ്മുടെ സച്ചി ചന്ദ്രമതിയുടെ നേരെ തിരിയാണ്. എന്നിട്ട് ചോദിക്കണം, അല്ലച്ചാ, അച്ഛനല്ലേ പറഞ്ഞത് ആടിമാസത്തിൽ പെണ്ണമ്മ വീട്ടിൽ പോയില്ലെങ്കിൽ മേടമാസത്തിൽ ഉണ്ണി പിറക്കുമെന്ന്, കുട്ടി പിറക്കുമെന്ന്, പെണ്ണ് ഗർഭിണിയാവും, കുഞ്ഞിനെ പ്രസവിക്കുമെന്നു. അതെന്താ ഇവക്കിതൊന്നും ബാധകമില്ലേ എന്നിങ്ങനെ ചോദിക്കണം. സച്ചി ചോദിക്കണം, ഇവക്കെന്താ ഇതൊന്നും ബാധകമില്ലേ, ഇവക്കെന്താ കുഞ്ഞും ജനിക്കില്ലേ, ഈ പെണ്ണിനെ എന്താ പറഞ്ഞു വിടാത്തത് എന്ന് സച്ചി ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയും കൂടി ഇങ്ങനെ പരസ്പരം അവർ മുഖത്തോട് മുഖം നോക്കുകയാണ്. ചന്ദ്രമതി ആകെ എന്തിന് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും കൊള്ളാമായിരുന്നു, നല്ലൊരു എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. ഇഷ്ടപ്പെടാത്തവരും കമൻറ്റ് ചെയ്തോളൂ.
അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കൂ. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.